സർക്കാർ ജോലി നേടണമെന്ന ആഗ്രഹം സ്വന്തം അമ്മയുടെ ജീവനെടുത്ത ക്രൂരതയിലേക്ക് എത്തിയ ഞെട്ടിക്കുന്ന സംഭവമാണ് രാജസ്ഥാനിലെ ജയ്പൂരിൽ നിന്ന് പുറത്തുവരുന്നത്. അച്ഛന്റെ മരണത്തെ തുടർന്ന് അമ്മയ്ക്ക് ലഭിച്ച ആശ്രിത നിയമനത്തിലെ ജോലി സ്വന്തമാക്കാൻ മകൾ ബന്ധുക്കളുടെ സഹായത്തോടെ അമ്മയെ കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് കണ്ടെത്തിയത്. ജയ്പൂരിലെ രവീന്ദ്രനഗർ സ്വദേശിയായ 45 വയസ്സുകാരി നീരജ് ശർമ്മയാണ് കൊല്ലപ്പെട്ടത്. ജൂലൈ 3-നായിരുന്നു സംഭവം. അമിത വേഗത്തിലെത്തിയ സ്കോർപിയോ കാർ ഇടിച്ചാണ് നീരജ് ശർമ്മ മരിച്ചത്. സംഭവം ആദ്യം ഒരു സാധാരണ വാഹനാപകടമാണെന്ന് എല്ലാവരും കരുതിയത്. എന്നാൽ നീരജ് ശർമ്മയുടെ മരണത്തിൽ സഹോദരൻ രാകേഷിന് ചില സംശയങ്ങൾ തോന്നുകയായിരുന്നു. അപകടത്തിന്റെ സാഹചര്യങ്ങളിൽ പൊരുത്തക്കേടുകൾ ശ്രദ്ധയിൽപ്പെട്ടതോടെ അദ്ദേഹം പോലീസിൽ പരാതി നൽകി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇത് അപകടമല്ല, ആസൂത്രിതമായി നടത്തിയ കൊലപാതകമാണെന്നാണ് ഞെട്ടിക്കുന്ന വിവരം പുറത്തുവരുന്നത്. നീരജ് ശർമ്മ ജയ്പൂർ കോടതിയിലെ LD ക്ലർക്കായിരുന്നു. ഭർത്താവ് വിജയ്കുമാർ ശർമ്മയുടെ മരണത്തിന് പിന്നാലെയാണ് ആശ്രിത നിയമനത്തിലൂടെ ഇവർക്ക് സർക്കാർ ജോലി ലഭിച്ചത്. എന്നാൽ അച്ഛന്റെ മരണത്തിന് ശേഷം ഈ ജോലി തനിക്ക് ലഭിക്കണമെന്ന ആഗ്രഹം മകൾ ആയുഷിക്കുണ്ടായിരുന്നു. പക്ഷേ അമ്മ നീരജ് ശർമ്മ മകളുടെ ആവശ്യത്തിന് സമ്മതിച്ചില്ല. ഇതോടെ ആയുഷി അമ്മയോട് വിരോധത്തിലായെന്നും സർക്കാർ ജോലിയും കുടുംബ സ്വത്തും സ്വന്തമാക്കാനുള്ള ലക്ഷ്യത്തോടെ കൊലപാതക പദ്ധതി തയ്യാറാക്കിയെന്നുമാണ് പോലീസ് പറയുന്നത്. അമ്മയെ കൊലപ്പെടുത്തുന്നതിനായി 7 ലക്ഷം രൂപയാണ് ആയുഷി നൽകിയതെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. അമ്മ മരിച്ചാൽ ആശ്രിത നിയമനത്തിലൂടെ ജോലി തനിക്ക് ലഭിക്കുമെന്നും കുടുംബ സ്വത്തുക്കളും സ്വന്തമാക്കാമെന്നായിരുന്നു യുവതിയുടെ കണക്കുകൂട്ടൽ. പദ്ധതിയുടെ ഭാഗമായി ബന്ധുക്കളെ ഉൾപ്പെടുത്തി നീരജ് ശർമ്മയെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തൽ. സംഭവത്തിൽ മകൾ ആയുഷിയെയും ബന്ധുക്കളായ 6 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ആയിഷയുടെ അമ്മാവൻ നൽകിയ പരാതിയാണ് കേസിൽ നിർണായകമായത്. ഒരു അപകടമായി ഒതുങ്ങിപ്പോകുമായിരുന്ന സംഭവം പിന്നീട് നടത്തിയ അന്വേഷണത്തിലൂടെയാണ് ആസൂത്രിത കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. പഠിച്ച് സ്വന്തം കാലിൽ നിൽക്കേണ്ട പ്രായത്തിൽ മാതാപിതാക്കളുടെ സ്നേഹവും ത്യാഗവും മറന്ന് അവരുടെ ജീവനെടുക്കുന്ന സംഭവങ്ങൾ സമൂഹത്തിന് മുന്നിൽ വലിയ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. ഒരു സർക്കാർ ജോലിയോ സ്വത്തോ നേടുന്നതിനേക്കാൾ വലുതാണ് ഒരു ജീവന്റെ വിലയെന്ന് തിരിച്ചറിയേണ്ട സമയമാണിത്. മക്കൾക്ക് വേണ്ടി ജീവിതം മുഴുവൻ സമർപ്പിക്കുന്ന മാതാപിതാക്കളെ തന്നെ ലക്ഷ്യമിടുന്ന ഇത്തരം ക്രൂരതകൾ ഒരിക്കലും അംഗീകരിക്കാനാകില്ല.